അപ്പോൾ വീണ്ടും ക്രിസ്മസ് സ്പെഷ്യലുമായിട്ട് എൻ്റെ തന്നെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ ഉദിച്ച ഒരു മുട്ട വെച്ചുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഉപ്പിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വേവിച്ചെടുത്ത് അത് നടുകി കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 പീസ് കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതിൽ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിൽ 3 ടേബിൾ സ്പൂൺ കടലമാവ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇട്ട് കൊടുക്കേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടാണ് കേട്ടോ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അതൊന്ന് നല്ല ഒരു ബാറ്റർ പരുവത്തിൽ, കാരണം ഓവർ ലൂസാവാനും പാടില്ല, ഓവർ കട്ടിയാവാനും പാടില്ല, ആ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് കമഴ്ത്തരുത്, കുറേശ്ശെ ഒഴിച്ചെടുത്ത് വേണം ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കാണിച്ചു തരാം അതാണ് ഏത് പരുവാണെന്ന്. ഇതാണ് കേട്ടോ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം. ഇതേപോലെ ഇതിന് പറയുന്നത് എന്താ, ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ഓവറും ആവല്, അധികം കട്ടിയാവല്ല, ആ ഒരു പരുവത്തിൽ ഈ ഒരു രീതിയിലാക്കിയെടുത്തതിന് ശേഷം ആ ഒരു സമയത്ത് നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കുക, നാക്കങ്ങ് കൊളുത്തി പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ ചൂടായപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് മുട്ട ഓരോന്നും പറക്കിയെടുത്ത് ആ ഒരു ബാറ്റർ ഫുള്ളായിട്ട് മുക്കിയെടുത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്ത് 2 സൈഡും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഞാൻ 2 എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 എണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം എണ്ണ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ. പിന്നെ എന്ത് ചെയ്യണം, മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡ് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ പോലെ ആയിക്കിട്ട്, നമുക്ക് കടലമാവിൻ്റെ കളറും എല്ലാ ഒരു ടൈപ്പാണല്ലോ, എന്നാലും അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ ഗോൾഡൻ കളർ ആയി കിട്ടും. അതാണ് കേട്ടോ കറക്റ്റ് പരുവം. ഇത് വെന്ത് വരെ തോന്നിയ സമയമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം വേവിച്ച് കോരുന്നുണ്ട്. എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം. പാൻ വയ്ക്കുക. പാനിൽ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി വേണം, ഒരു അരമുറി സവാളയും. ഇതെല്ലാം കുനുകുനാന്ന് കുത്തിയരിയണം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ ഇട്ടത് നമ്മൾ കറി മസാലയല്ലേ, അങ്ങ് പൊടിച്ച് അധികം പൊടിയല്ല, എന്നാലും ഒരു ക്രഷ് ചെയ്തെടുത്ത് ആ ഒരു പരുവത്തിലുള്ള കറി മസാല, ഒരു ടീസ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞതും, അതുപോലെ തന്നെ 8 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലോട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സവാള ഉണ്ടല്ലോ അതും കൂടെ അതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഓവറായിട്ടൊന്നും വേണ്ടൊന്നും വരണ്ട, ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറൊന്നും ആവണ്ട, പക്ഷേ എന്നാലും നമുക്ക് അതൊന്ന് വാടി വരണം, ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇതെല്ലാം വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 മസാല നമുക്ക് ചേർക്കണം. തോനെ മസാലയുടെ കളിയൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് മല്ലിപ്പൊടി അല്ലല്ലോ, മല്ലിയില, ലാസ്റ്റായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക. ഇനി മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും ചെറുതായിട്ട് കുനുവന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി, കുറച്ചിട്ടാൽ മതി. നമ്മൾ അധികം ഒന്നും ആവശ്യമില്ല ഈ ഒരു മസാലയ്ക്ക്. പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മൾ മുട്ട പൊരിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇടാവൂ. എന്നിട്ട് അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസ് എന്തായാലും ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടൊമാറ്റോ സോസും നമ്മുടെ ഈ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സംഭവം മിക്സ് ചെയ്യുന്ന പരുവെന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ചെയ്യുന്ന എല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം. എന്നിട്ട് നമ്മൾ ആ മുട്ട നമ്മൾ പൊരിച്ച് വെച്ച മുട്ടയുണ്ടല്ലോ, ആ ഒരു ബജി മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ മിക്സ് എല്ലാം ഈ മുട്ടയിലേക്ക് ആക്കിയെടുക്കണം. തിരിച്ചും മറിച്ചുവിട്ട് ആക്കിയെടുക്കണം. അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇതൊരു 1 മിനിറ്റിനുള്ളിൽ നമുക്കിത് ആയി കിട്ടും. 1 മിനിറ്റ് മതി അങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. അതല്ല കൂടുതലിട്ടൊന്ന് വേവിച്ചൊന്നും എടുക്കേണ്ട. അപ്പോൾ എല്ലായിടത്തും ആ ടൊമാറ്റോ സോസും മിക്സും എല്ലാം കൂടെ പറ്റി പിടിച്ച് റെഡി ആയിട്ട് വരും. ഇതാണ് കറക്റ്റ് പരുവം. ഇത് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനോ, അതിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനോ, അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിക്കാൻ മറക്കല്ലേ. സബും കൂടെ ചെയ്യുക. ബൈ.